ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് റഷ്മി. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലീഫിൻ്റെ ഇംപ്രഷൻസ് വെച്ചിട്ട് ഒരു എയർ ഡ്രൈ ക്ലേ ബൗൾ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. നമ്മൾ സാധാ ഒരു എയർ ഡ്രൈ ക്ലേ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ക്രയോള ബ്രാൻഡിൻ്റെ ഒരു എയർ ഡ്രൈ ക്ലേ ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കിഡ്സ് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഇതെൻ്റെ പിള്ളേരുടെ ഒരു എയർ ഡ്രൈ ക്ലേ ആണ്. ഇച്ചിരി ഡ്രൈ ആയിപ്പോയതാണ്. സോ ഞാനതിന് കുറച്ചും യൂസ്ഫുൾ ആയിട്ടുള്ള വല്ല ഉണ്ടാക്കാം, ജ്വല്ലറി ഒക്കെ വെക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ ഒരു ഡെക്കറേറ്റീവ് ബോളായി ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ അതിനെ മോൾഡ് ചെയ്യാൻ പറ്റിയില്ല, ബിക്കോസ് ഇറ്റ് വാസ് ടു ഡ്രൈ ആയിട്ട് നല്ലോണം സ്പ്രെഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് ഇത്രയും മാനേജ് ചെയ്യാൻ പറ്റി. നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് എയർ ബബിൾസ് വന്നെന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇടയ്ക്ക് അതിനെ ഒന്ന് ബബിൾസിനെ ഒന്ന് പോപ്പ് ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഒരു ഷേപ്പ് ബോൾ എടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ നല്ലോണം ഓയിൽ സ്പ്രെഡ് ചെയ്യണം. ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഞാൻ അത്രയും റെക്കമെൻഡ് ചെയ്യത്തില്ല, ബട്ട് അതർ ഓയിൽ നമുക്ക് നല്ലോണം സ്പ്രെഡ് ചെയ്തിട്ട് ഇതിന് ക്ലേൻ്റെ മുകളിലും പിന്നെ ബോളിൻ്റെ മുകളിലും സ്പ്രെഡ് ചെയ്തിട്ട് അതിനെ പ്ലേസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എയർ ബബിൾസും എയർ ക്രാക്സും ഒന്നും ഇല്ലാതെ ഒന്ന് നല്ലോണം അതിനെ പ്ലേസ് ചെയ്യാം. യൂഷ്വലി നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ക്ലേ ആണെങ്കിൽ ഇത്ര ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. നമുക്ക് എത്രയാണോ തിക്നെസ് വിഡ്ത്ത് വേണ്ടത് അത് വെച്ച് നമുക്ക് നല്ലോണം സാധാ നൈഫ് വെച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെറ്റായിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഔട്ട്സൈഡിൽ നിങ്ങൾക്ക് ഈ ഔട്ടർ ഭാഗത്ത് എന്ത് ഡിസൈൻ വേണമാലും ചെയ്യാം. നമ്മൾ ഈ ടെറാക്കോട്ട ജ്വല്ലറിയിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഇംപ്രഷൻസ് ആണെങ്കിൽ സാധാ ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ പെന്നിൻ്റെ ക്യാപ്പ്, നിപ്പ് എന്ത് വെച്ച് വേണമാലും ചെയ്യാം. ഞാനിവിടെ ആ ഒരു ലീഫിൻ്റെ തീമായതുകൊണ്ട് ചെറിയ ലീവ്സ് വെച്ച് അതിൻ്റെ ഇംപ്രഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഫിംഗർ ടിപ്പ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ടൂൾസ് ഉണ്ടെങ്കിൽ ടൂളും യൂസ് ചെയ്യാം. ഇതിനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 to 4 hours ഡ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. 3 to 4 hours മാത്രമേ ഡ്രൈ ചെയ്യാൻ വെക്കുന്നുള്ളൂ, ബിക്കോസ് ഇതിന് നമ്മൾ ഉള്ളിലും ഇംപ്രഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഉള്ളിൽ ഇംപ്രഷൻ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 24 hours കഴിഞ്ഞിട്ട് നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കണം. ഈ എയർ ഡ്രൈ ക്ലേ ഫുഡ് ഗ്രേഡ് അല്ല, സോ നമുക്കിതിന് ഫുഡ് സ്പ്രെഡ് ചെയ്യാനൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഡെക്കറേറ്റീവ് യൂസിന് മാത്രം ഉള്ളതാണ്. ഞാനിവിടെ ഒരു ലീഫ് എടുത്തിട്ട് പുറത്ത് ചെയ്ത് അതേപോലെ ഇവിടെ ഇംപ്രഷൻ കൊടുക്കുന്നുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ബാക്കിലുള്ള ഡിസൈൻ ഒന്നും പറ്റത്തില്ല, ബിക്കോസ് അത് ഓൾറെഡി ബാക്കിൽ ഡ്രൈ ആയിട്ടുണ്ട്. എയറിലോട്ട് എക്സ്പോഷർ ആയതുകൊണ്ട് ബാക്കിൽ ഡ്രൈ ആയിട്ടിട്ട് ആ ലീവ്സിൻ്റെ ഷേപ്പ് ഒന്നും പോകത്തൊന്നുമില്ല, ഇംപ്രഷൻസ് ഒന്നും പോകത്തില്ല. സോ ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അറ്റ്ലീസ്റ്റ് 24 hours ഡ്രൈ ചെയ്യാൻ വെക്കണം. 48 hours അല്ലെങ്കിൽ 2 days ഡ്രൈ ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലത്. ഞാനിവിടെ 24 hours ആണ് ഡ്രൈ ചെയ്യാൻ വെച്ചാൽ. ഇവിടെ നല്ലോണം കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട്, നല്ല ഹാർഡായിട്ടുണ്ട്. സോ ദിസ് ഈസ് റെഡി ടു പെയിൻറ്റ്. ഞാനിവിടെ സാധാ ആക്രിലിക് കളേഴ്സാണ് എടുത്തിരിക്കുന്നത് പെയിൻറ്റിങ്ങിന് വേണ്ടി. ഇതൊരു ഓട്ടം ഇല്ലെങ്കിൽ ഫോൾ തീമായും കൊണ്ട് ഞാൻ കുറച്ച് ഓറഞ്ച് കളറാണ് ഇതിന് എടുത്തിരിക്കണേ. പിന്നെ കുറച്ച് ടിൻറ്റ് ഓഫ് ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്, ആ ഒരു എർത്ത് കളർ വരാനും കൂടി. ഇതെൻ്റെ തിക്ക് പെയിൻറ്റ് ആയതുകൊണ്ട് അതിന് കുറച്ച് വാട്ടറും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ ഹൈലൈറ്റ്സിന് ഓറഞ്ച് കളർ കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് എനി ബ്ലാക്ക്. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ലീഫിന് വേറെ ഡാർക്ക് ബ്ലൂ കളറൊക്കെ അടിച്ചാലും നല്ല ഭംഗിയായിരിക്കും. ബോർഡറും കോൺട്രാസ്റ്റ് ആയിട്ട് ബ്ലൂ കൊടുത്തിട്ടുണ്ട്, ഈവൻ ഗോൾഡ് ഒക്കെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. സോ താഴത്തെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മുകളിൽ നമുക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാൻ ഇതിൻ്റെ റിമ്മിൽ ഗോൾഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഗോൾഡ് അടിച്ചപ്പം വിത്തൗട്ട് മിക്സിങ് എനി വാട്ടർ ഇല്ലാതെ ഡയറക്റ്റ് ഫ്രം ദ ബോട്ടിലാണ് ഞാൻ മെറ്റാലിക് ഗോൾഡ് അടിച്ചു കൊടുക്കുന്നത്.
ഈവൻ ഈ ലീവ്സിൻ്റെ മുകളിൽ ഹൈലൈറ്റ്സ് ഞാൻ വാട്ടർ ഇല്ലാതെ വാട്ടർ മിക്സ് ചെയ്യാതെയാണ് ഗോൾഡ് കളർ അടിച്ചു കൊടുത്തിരിക്കുന്നത്. താഴത്തെ പെയിൻറ്റ് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലും പെയിൻറ്റ് അടിച്ച് കൊടുക്കാം. സോ ഇവിടെ ഞാൻ അതിൻ്റെ വെയിൻസ് ഒക്കെ പ്രോപ്പർലി കാണാൻ വേണ്ടിയിട്ട് ഫുൾ ലീവ്സിന് പെയിൻറ്റ് ചെയ്തിട്ടില്ല. ജസ്റ്റ് അതിൻ്റെ വെയിൻസ് ഇംപ്രഷൻ ഉള്ളിടത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈവൻ ദാറ്റ് വാട്ടർ ഒന്നും മിക്സ് ചെയ്യാത്ത പെയിൻറ്റാണ്. സോ ഈ ബോൾ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ബൈ, ടേക്ക് കെയർ. It's so beautiful, you and me.